ഹായ് ഗൈസ്, സംഘാലികരാണേ. ഹൗസ് മൊത്തം ചീഞ്ഞ് നാറുകയാണ് കേട്ടോ. പഴയ മത്സരാർത്ഥികൾ ഹൗസിനുള്ളിലേക്ക് എൻട്രി ചെയ്തോടുകൂടി ഹൗസ് മൊത്തം ഒരു പ്രത്യേക വൈബിലേക്ക് പോയി. ഉറങ്ങി തൂങ്ങി ഇരുന്നൊരു ഹൗസായിരുന്നു. ഇപ്പം മൊത്തം ഒരു പ്രത്യേക വൈബിലേക്ക് പോയി. മൊത്തം പ്രശ്നമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും അടിയോടും പഴയ കുലിസിതങ്ങളും പഴയ സീക്രട്ടുകളും എല്ലാം പുറത്തെടുത്തിരുന്നുണ്ട്. നല്ല വൈബുണ്ട്, നല്ല രസമുണ്ട്. കാരണം ഈ കണ്ടന്റ് ആട്ടോ ബിഗ് ബോസിന് വേണ്ട സാധനം ഇതാണ്. ഇത് നല്ലോണം അവര് മുതലാക്കുന്നുണ്ട്. അവർക്ക് വേണ്ടത് ഇതാണ്. അതുകൊണ്ടാണ് അവർ ഇതിന്റെ ഇടയിലൊന്നും ഇടപെടുന്നൊന്നുമില്ല. അടി അങ്ങോട്ട് നടക്കുകയാണ്. ഫസ്റ്റ് തന്നെ തുടങ്ങിയത് ശൈത്യയും അനുമോളാണ്. അറിയാലോ, ശൈത്യനെ കട്ടപ്പ എന്ന് വിളിച്ച് അനുമോള്, അതോടുകൂടിയാണല്ലോ ശൈത്യ പുറത്തോട്ട് പോകുന്നത്. ശൈത്യക്ക് ആ കണക്ക് തീർക്കാനോ പറയാനൊന്നും പറ്റിയിട്ടില്ല. ശൈത്യ പുറത്തുനിന്ന് കുറെ അനുഭവിച്ചെന്നാ പറയുന്നത്. കുറെ നെഗറ്റീവും സംഭവങ്ങളൊക്കെ ആയിട്ട് കുറെ സംഭവം ഞാൻ അനുഭവിച്ചു. അപ്പം ശൈത്യ ഇത് മനസ്സിൽ വെച്ചോണ്ടാണ് ഇത് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ശൈത്യ റീ എൻട്രി ആയിട്ട് വന്നത്. അപ്പൊ ശൈത്യ ആ കണക്ക് അങ്ങോട്ട് തീർക്കുന്നുണ്ട്. അനുമോൾക്ക് അതിനൊന്നും മറുപടിയില്ല. ശൈത്യ പറയുന്നുണ്ട്, നീ നിന്റെ PR കാരണമാണ് ഇവിടെ നിൽക്കുന്നത്, അല്ലാതെ നിനക്ക് ഒരു ക്വാളിറ്റി ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ശൈത്യ അങ്ങോട്ട് അടിച്ച് കയറുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ വിൻസി ഏറ്റെടുക്കുന്നുണ്ട്. വിൻസി അനുമായിട്ട് കൊമ്പ് കോർക്കാണ്. വിൻസിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാല്, വിൻസി ഔട്ടായി പോയതിന് ശേഷം അപ്പാനിയും അനുമോളായിട്ട് ഒരു പ്രശ്നം നടന്നപ്പം അനുമോള് ഒരു കാര്യം പറഞ്ഞു. അതായത്, നീ ഒരു കൊച്ചിന് കുരുതി കൊടുത്തില്ലേ, വെറുതെ പുറത്താക്കിയില്ലേ, അങ്ങനെ എന്തോ ഒരു സംഭവം അവിടെ പറഞ്ഞപ്പം അത് എല്ലാവർക്കും അറിയാം വിൻസി ആണെന്നുള്ളത്. വിൻസി പുറത്ത് അത് നെഗറ്റീവായി. അപ്പം അതെന്താണെന്ന് ചോദിക്കാന്, അത് ക്ലിയർ ആക്കാൻ വേണ്ടിയാണ് വിൻസി ചോദിക്കുന്നത് അനുമോളോട്, നീ എന്താണ് അങ്ങനെ പറഞ്ഞത്, നീ എന്താണ് കണ്ടത്, അത് ക്ലിയർ ആക്ക് എന്ന് പറഞ്ഞിട്ട് പിന്നെ അനുമോളായിട്ട് ഭയങ്കര പ്രശ്നമായി. പിന്നെ വരുന്നത് ശാരിക, നൂറ. അതിലും അനുമോള് പെടുന്നുണ്ട് കേട്ടോ. പറഞ്ഞത് എന്താണെന്ന് വെച്ചാല്, ഈ അനുമോൾക്ക് എന്നോട് എന്തോ ഒരു അനുകമ്പുണ്ട്, എന്തോ ഒരു പ്രത്യേക സ്നേഹമുണ്ട്, എന്നെ കെട്ടിപ്പിടിക്കുമ്പോൾ ഒക്കെ എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് ആദിലാനോടും നൂറയോടും ശാരിക പറഞ്ഞു പോലും. അപ്പം ഇവര് ആദിലും നൂറ എന്താണ് ഇത് വേറെ ഒരു സ്ഥലത്ത് വെച്ച് ചർച്ച ചെയ്ത് ശാരിക ഇത് പുറത്തുനിന്ന് കണ്ട്. അപ്പൊ ശാരിക ഇത് മനസ്സിൽ വെച്ചോണ്ട് തിരിച്ചു കയറിയിട്ട് ഇപ്പൊ ഇവരോട് ഇത് ചോദിക്കുകയാണ്, അതെന്തിനാണ് അങ്ങനെ പറഞ്ഞത്, എൻ്റെ ഐഡന്റിറ്റി എന്തിനാണ് വെളിപ്പെടുത്തി, അങ്ങനെ എന്തെല്ലോ പറഞ്ഞിട്ട് അങ്ങനെ ഒരു കുലസ്ഥിത അത് അവിടെ നടന്നു. അത് ആരും അറിയില്ല കേട്ടോ. അങ്ങനെ എപ്പിസോഡിലൊന്നും അത് പണ്ട് കാണിച്ചിട്ടില്ല. പക്ഷെ ഇപ്പൊ ഇവര് പറഞ്ഞപ്പോഴാണ് ഇത് കൂടുതൽ ജനങ്ങളിൽ എത്തിയത്. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് എന്നുള്ളത് ഇപ്പാണ് ഇവരിപ്പോ പ്രശ്നമാക്കിയപ്പോഴാണ് ഇത് മനസ്സിലായത്. പിന്നെ വിൻസി മസ്താനി പ്രശ്നം അത് നടക്കുന്നുണ്ട്. പിന്നെ അനുമോളും അപ്പാനിയും നൈറ്റിലൊരു പ്രശ്നം, അതും വിൻസിയായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമാണ്. അതായത്, അപ്പാനി റീഎൻട്രി ആയിട്ട് കയറിയപ്പോൾ അനുമോളുമായിട്ട് കുറച്ച് ഒട്ടി നിൽക്കുന്നത്, കുറച്ച് അവളുമായിട്ട് സംസാരിക്കുന്നത്, കളിക്കുന്നത്, ചിരിക്കുന്നത്, ഇത് വിൻസി ദൂരെ നിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ വിൻസിന്റെ അടുത്ത് അപ്പാനി വരുന്നുമില്ല. ആദ്യം നമ്മൾ കണ്ടതാണ്, ഇവിടുന്ന് ഔട്ടായി പോകുമ്പോൾ വിൻസി അപ്പാനിയെ ഹഗ് ചെയ്തിട്ടൊക്കെയാണ് പോയത്. തിരിച്ചു വന്നപ്പോൾ അവർക്ക് ആ ബോണ്ടില്ല, അവർക്ക് ആ ഒരു സംസാരമില്ല. അപ്പോൾ അതിലെന്തോ വിൻസിക്ക് ഫീൽ ചെയ്തു. അപ്പം വിൻസി അപ്പാനിനെ വിളിച്ച് അത് പറയുന്നുണ്ട്, എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത്, എന്തുകൊണ്ട് അനുമോളോട് അത് ചോദിക്കുന്നില്ല എന്ന്. അങ്ങനെ അനുമോളോട് ചോദിക്കുകയാണ് വിൻസി അപ്പാനിയും കൂടി. അപ്പോൾ അതിൽ അനുമോള് കൊടുക്കുന്ന മറുപടി എന്താണെന്ന് വെച്ചാൽ, ഞാനത് തമാശക്ക് പറഞ്ഞാന്ന്. തമാശക്ക് എന്ന് പറയുമ്പോൾ തന്നെ അപ്പാനി അങ്ങോട്ട് ഷൗട്ട് ചെയ്യുന്നുണ്ട്, തമാശക്കോ, മറ്റുള്ളവരുടെ ലൈഫ് വെച്ചിട്ടാണോ തമാശ കളിക്കുന്നത്, ഇതിന് പുറത്ത് ഞങ്ങൾ എത്ര അനുഭവിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ പൊരിഞ്ഞ അടി നടക്കുകയാണ്. പിന്നെ അവിടെ അടി നടക്കുന്നത് റെണയും സരിതയായിട്ടാ. അതും പഴയ ഒരു കണക്ക് അവിടെ തീർക്കുകയാണ്. അതായത്, സരിത മത്സരിച്ച സമയത്ത് റെണ പറഞ്ഞു പോലും, നീ അടുത്ത ആഴ്ച എന്തായാലും ഔട്ടാവുന്നു. ഇത് സരിതക്ക് അത്ര പിടിച്ചില്ല. സരിത അന്ന് ഒരുപാട് കരഞ്ഞു. പിന്നെ അതൊക്കെ പറഞ്ഞുകൊണ്ട് എനിക്ക് കുറെ ഹേർട്ടായി എന്നെല്ലാം പറഞ്ഞുകൊണ്ടാണ് സരിത തിരിച്ചു കയറിയപ്പോൾ റെണയെ അങ്ങോട്ട് പൊരിക്കുന്നത് കണ്ടത്. നീ വലിയ ഇത് കളിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് റെണയെ അവിടെ ഇട്ട് പൊരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. പിന്നെ അടുത്ത അടി റെണ മുൻഷി രഞ്ജിത്താണ്. നമ്മളെ രഞ്ജിത്തേട്ടൻ എന്താണെന്ന് അറിയില്ല, വന്നപ്പോ അവിടെ എല്ലാവരും കോത്തോണ്ടിരിക്കുകയാണ്, എല്ലാവരോടും ഊക്ക് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അനീഷിന്റെ നിന്ന് കിട്ടി, പിന്നെ നെവിന്റെ നിന്ന് കിട്ടി, ഇപ്പൊ റെണയും കൂടി അവിടെ തേച്ചൊട്ടിക്കുന്ന കണ്ടിക്ക്. ഇതും പ്രശ്നം എന്താ വെച്ചാല്, മത്സരിച്ച സമയത്ത് റെണ ചെറിയ കുട്ടിയാണല്ലോ, റെണ ഒരു ചെറിയ ഏജിന് കുറച്ച്
ചെറുപ്പമാണല്ലോ. അപ്പം മുൻഷി ആയിട്ടുള്ള ഒരു സംസാരത്തിൽ റെസ്പെക്ട് കാണിച്ചില്ല. അയാളോട് തട്ടിക്കേറി അങ്ങനെ എന്തോ ഒരു ചെറിയ നിസ്സാര പ്രശ്നമാണ്. അത് മനസ്സിലിട്ടാണ് മുൻഷി രഞ്ജിത്ത് അണ്ണൻ അവിടെ നടക്കുന്നത്. അങ്ങനെ മൊത്തം അവിടെ ഒരു പ്രത്യേക വൈബാണ്. മൊത്തം അടിയാണ്. അടിച്ച് പിരിയാണ്. ഇങ്ങനത്തെ ഒരു എപ്പിസോഡ് നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതിപ്പോ 7ാമത്തെ സീസൺ 7 ആണ് ബിഗ് ബോസ്. പക്ഷേ ഈ 6 വരെയുള്ളതിൽ ഇങ്ങനൊരു സംഭവം നമ്മൾ ആരും കണ്ടിട്ടില്ല. മലയാളികൾക്ക് ഇത് ആദ്യമായിട്ടാണ്. സംഭവം രസമുണ്ട് കേട്ടോ. കാരണം ഒരു വൈബ് ഉണ്ടെങ്കിലല്ലേ, ഒരു പ്രോഗ്രാം ആണല്ലോ, ഒരു വൈബ് അവിടെ ഉണ്ടാക്കുന്നുണ്ട്. ഇത് കരുതിക്കൂട്ടി ചെയ്യാണോ എന്നറിയില്ല. പക്ഷെ മൊത്തത്തിൽ ഇത് ഒരു രസമുണ്ട് കാണാൻ. മൊത്തം പൊരിഞ്ഞ അടിയാ. പഴയതെല്ലാം കുത്തിപ്പൊക്കിയിട്ട് അടി, അതാ രസം. അതിന്റെ ഇടയ്ക്ക് ആദില കയറിയിട്ട് സ്കോർ ചെയ്യുന്നുണ്ട്. ആദില കയറിയിട്ട് അനുമോള നീ നുണച്ചിയാണ്, നീയാണ് ഇവിടത്തെ പല കഥകളിലും കള്ളക്കഥകളിലും ഉണ്ടാക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ആദിൽ അങ്ങോട്ട് ആഞ്ഞടിക്കുന്നുണ്ട്. പിന്നെ അപ്പാനിയുടെ പ്രശ്നം നടക്കുമ്പോൾ. ഇതിന്റെ ഇടയിൽ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടോ, അന്ന് ഷാനവാസ് അപ്പാനിനെ ഭീഷണിപ്പെടുത്തിയിരുന്നു ഈ വിൻസിന്റെ ഒരു കാര്യം പറഞ്ഞിട്ട്. ഞാൻ ഇതിന്റെ മറ്റേ കാര്യം പറയുന്നത് അത് നമ്മൾ ഇങ്ങനെ കണ്ടതാണ് ലൈവിലൊക്കെ. പക്ഷേ ഈ പ്രശ്നം നടക്കുമ്പോൾ ഇന്ന് അനുമോളോട് ചോദിക്കുമ്പോൾ ഷാനവാസ് ആടുന്ന് ഒരു അക്ഷരം മിണ്ടുന്നില്ല, അവിടെ നിന്ന് മുങ്ങിക്കളഞ്ഞു. ഷാനവാസ് ഈ വിഷ്വലൊന്നുമില്ല, നമ്മൾ കാണുന്നില്ല. ഷാനവാസ് അവിടെ ഉണ്ടോ എന്ന് തന്നെ അറിയുന്നില്ല, ആ ഒരു മട്ടിൽ. അപ്പൊ ഷാനവാസ് വളരെ ഒരു ഒഴിഞ്ഞൊഴിഞ്ഞ് നിൽക്കുന്ന ഒരു ഷാനവാസിനാണ് നമ്മൾ കാണുന്നത്. അപ്പം ബാക്കി നമുക്ക് ലൈവ് കാണാം. വിൻസി അതിൻ്റെ ഇടയ്ക്ക് അപ്പാനീനെ ഒന്ന് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അപ്പാനി പറഞ്ഞത് വിൻസി അപ്പാനിന്റെ ഇരുത്ത് വന്ന് ഇരിക്കുകയാണെന്നുള്ളത് വിൻസിനോട് അനുമോൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് അപ്പാനിയോട് തിരിച്ചു ചോദിക്കുന്നുണ്ട്, നീ അങ്ങനെ പറഞ്ഞോ എന്ന്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വിൻസി പറയുന്നുണ്ട്, വിൻസി ആരാണെന്നുള്ളത് നീ അറിയും, ഞാൻ പുറത്തിറങ്ങിയിട്ട് കാണിച്ചു തരാം എന്ന് പറയുന്നുണ്ട്. അപ്പാനി പറയുന്നുണ്ട്, ഇവിടെ നടന്ന സംഭവം ഇവിടുന്ന് കാണിക്കണം, ഇവിടുന്ന് തീരണം, ഇനി പുറത്തിറങ്ങിയിട്ടല്ല, അത് ഇവിടുന്ന് തീർക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പാനി അങ്ങോട്ട് പറയുന്നുണ്ട്. ഇനിയിപ്പോൾ എന്താവോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം.